മതപരിവർത്തനവും എന്നാരോപിച്ച് ഛത്തീസ്ഗഡിലെ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ അവരെ സംബന്ധിച്ച് ഇന്ന് വളരെ നിർണായകമായ ദിവസമാണ്. കാരണം ജാമ്യാപേക്ഷയിലെ വാദമൊക്കെ ഇന്നലെ പൂർത്തിയായിരുന്നു. ഇന്നാണ് NIA കോടതി ഇതിൽ വിധി പറയുക. ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം എതിർത്തിട്ടില്ല. കേസ് പ്രാരംഭഘട്ടത്തിലാണ് എന്ന് മാത്രമായിരുന്നു പ്രോസിക്യൂഷൻ അഭിഭാഷകൻ കോടതിയെ ഇന്നലെ അറിയിച്ചത്. ശരത്ലാലാണ് വിവരങ്ങളുമായി ഛത്തീസ്ഗഡിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത്. ശരത്ത്, ഗുഡ് മോർണിംഗ്. കന്യാസ്ത്രീകളെ സംബന്ധിച്ച് മാത്രമല്ല, സഭയെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചുമൊക്കെ ഏറെ നിർണായകമായ, ഏറെ ചർച്ച ചെയ്ത, വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു കേസാണ്. ഈ കേസിൽ NIA കോടതി എടുക്കുന്ന നിലപാടും അതീവ നിർണായകമാകും. എങ്ങനെയാണ് ഈ ഒരു വിധി പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. വിധി ശുഭകരമായിരിക്കുമെന്നും പ്രതീക്ഷയാണ് കന്യാസ്ത്രീയുടെ ബന്ധുക്കൾക്കും അതുപോലെ BJP കേന്ദ്രങ്ങൾക്കും അതേപോലെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങൾക്കും എല്ലാം ഉള്ളത്. വിധി അനുകൂലമാകുമെന്നൊരു പ്രതീതിയാണ് കോടതിയിൽ നിന്ന് പ്രതികൾക്ക് വേണ്ടി, അതായത് കന്യാസ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച അഭിഭാഷകരും വ്യക്തമാക്കിയത്. ഏതായാലും നല്ലൊരു ശുഭവാർത്ത ഇന്ന് കേൾക്കാനാവട്ടെ എന്നതാണ് നമുക്കും പറയാനുള്ളത്. ഏതായാലും 11 മണിക്കാണ് കോടതി കൂടുന്നത്. അപ്പോൾ 11 മണിക്ക് വിധിന്യായം ഉണ്ടാവുകയാണെങ്കിൽ ആ വിധിന്യായം പുറത്തുവിടുക്കാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്ത് 160 കിലോമീറ്റർ അകലെയാണ് ബിലാസ്പൂറും ദുർഗിലെ മജിസ്ട്രേറ്റ് കോടതിയും. കാരണം ജാമ്യ ഉത്തരവ് നടപ്പിലാക്കേണ്ടത്, എക്സിക്യൂട്ടീവ് ചെയ്യേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയാണ്, വിചാരണ കോടതിയാണ്. അവിടെ വിധിന്യായം എത്തിച്ചാൽ മാത്രമേ, അതിനുശേഷം മാത്രമേ കന്യാസ്ത്രീകളെ വിടുതൽ അല്ലെങ്കിൽ ഓർഡർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയും. ഏതായാലും ഉച്ചക്കോട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം വരെയോ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ശനിയാഴ്ചയാണ്, 5 മണിയോട് മജിസ്ട്രേറ്റ് കോടതിയുടെ സമയം കഴിയും. 5 മണിക്ക് മുമ്പേ ഈ ഉത്തരവ് പുറത്തിറക്കാൻ ഇവിടെ എത്തിക്കുന്ന ഒരു ഭാരിച്ച ഉത്തരവും കൂടി കന്യാസ്ത്രീയുടെ അഭിഭാഷകർക്കുണ്ട്. അങ്ങനെ എത്തിച്ചിട്ടെങ്കിലെങ്കിൽ നാളെ ഞായറാഴ്ചയാണ്. പിന്നെ കന്യാസ്ത്രീയുടെ മോചനം, ജാമ്യം ലഭിച്ചാലും നീളുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് സംബന്ധിച്ച NIA കോടതിയിൽ നടന്ന സംഭവവികാസങ്ങൾ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും BJP പറയുന്നത്, തങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ ഈ ഒരു കാരണവശാലും ശക്തമായി ജാമ്യാപേക്ഷയെ ഒരു കാരണവശാലും എതിർത്തില്ല. സാങ്കേതികമായിട്ടുള്ള ചില ചോദ്യങ്ങൾക്കും അത് ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ സ്വന്തം പോലീസിൻ്റെ കാര്യത്തിൽ വളരെ ലളിതമായ ഒരു വാക്കുകൾ ഉപയോഗിച്ചുള്ള ഒരു എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു കൺസേൺ പ്രകടിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രധാനപ്പെട്ട കാര്യം, പോലീസ് കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്ന് പോലീസ് പറയുമ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയുടെ ആവശ്യം ഉണ്ട് എന്ന് ഒരിക്കൽ കോടതിക്ക് പറയാൻ കഴിയില്ല. അതാണ് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ശ്രീലക്ഷ്മി. ഏതായാലും കന്യാസ്ത്രീകളെ ഇന്ന് രാവിലെ ഇടത് MP മാർ ജോൺ ബ്രിട്ടാസും അതേപോലെ ജോസ് കെ മാണിയും സന്ദർശിക്കുന്നുണ്ട്. സന്തോഷ് കുമാറും CPI CPM കേരള കോൺഗ്രസ് MP മാർ ഇന്ന് സന്ദർശിക്കുന്നുണ്ട്. 10 മണിയോടെ അവർ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കാണുന്നുണ്ട്. ശരി, അപ്പോൾ നമുക്ക് ഒരു ശുഭകരമായ വാർത്ത തന്നെ അവിടെ നിന്നും വരുമെന്ന് പ്രതീക്ഷിക്കാം. കന്യാസ്ത്രീകളെയും രാജ്യത്തെയും ഒക്കെ സംബന്ധിച്ച്, സഭയും ഒക്കെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണ് ഇന്ന്. നിർണായകമായ ഒരു വിധി പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്.